ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും. നീ ഇപ്പൊ വരച്ചിരിക്കാൻ പോവുകയാണോ? പഠിക്കാനൊന്നും ഇല്ലേ? പരീക്ഷയല്ലേ വരുന്നത്. ടീച്ചർ എന്നോട് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയെ വരച്ച് കളർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ. ഇതാണോ നിന്റെ കാണാതായ ഡ്രോയിങ് ബുക്ക്? നോക്കട്ടെ എന്താ നീ വരച്ചതെന്ന്. വാവ്, അടിപൊളി, സൂപ്പർ. ഇതിനെയാണോ നീ രാത്രി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത്? അതെ അതെ, നല്ല രസമല്ലേ ഇതിനെ കാണാൻ. ഇതുപോലൊരു മയിലിനെ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? ഓ പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. മയിലിനെ ഒന്നും അച്ഛൻ വാങ്ങി തരില്ല. പക്ഷേ നമുക്ക് മുത്തശ്ശിയോട് ഒരു മയിലിന്റെ കഥ പറഞ്ഞു തരാൻ പറയാം. അത് ശരിയാ, വാ. നമുക്ക് ഈ കോഴികളെ പോലെ വളർത്താൻ ഒരു മയിലിനെ കൂടി വാങ്ങിയാലോ? മയിലിനെയോ? അതെന്താ പെട്ടെന്നൊരു പൂതി? ഇവൾ ഇന്നലെ ഒരു മയിലിനെ സ്വപ്നം കണ്ടു. അപ്പോൾ മുതൽ തുടങ്ങിയതാ. ഇന്ന് വേറെ ഏതെങ്കിലും ജീവിയായിരിക്കും സ്വപ്നം കാണുക. അപ്പോൾ മയിലുമായി ആ ജീവിയാവും. സോ സിമ്പിൾ. മുത്തശ്ശി, ഇത് കണ്ടോ? എന്നെ കളിയാക്കുന്നു.
ആ മതി മതി, അവനൊരു തമാശ പറഞ്ഞതല്ലേ. മുത്തശ്ശി, ഞങ്ങൾക്കൊരു മയിലിന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് ഇവിടെ ഇരിക്കാം. പണ്ട് പണ്ട് നമ്മുടെ മൂന്ന് സന്യാസി ഭരിച്ചിരുന്ന ഒരു കാടുണ്ടായിരുന്നു. അവിടെ ഉൾക്കാട്ടിൽ നിറയെ പൂക്കളുള്ള ഒരു വലിയ മരവും ആ മരത്തിൽ ഒരു മാന്ത്രിക ശക്തിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു മയിലും ജീവിച്ചിരുന്നു. മാന്ത്രിക ശക്തിയുള്ള മയിലോ? സ്പൈഡർമാനെ പോലെയാണോ? ഓ, തുടങ്ങി അവൻ. മുത്തശ്ശിയെ ഒന്ന് കഥ പറയാൻ സമ്മതിക്കുമോ നീ, പ്ലീസ്? ആ അവൻ ചോദിക്കട്ടെ മോളെ. മയിലിന്റെ മാന്ത്രിക ശക്തി എന്താണെന്ന് അറിയാമോ? ഈ മയിലിടുന്ന മുട്ടകളെല്ലാം സ്വർണ്ണ മുട്ടകളായിരിക്കും. അങ്ങനെ ഒരു ദിവസം എന്തൊരു മനോഹരമായ ദിവസം! ഈ കാട് രാവിലെ കാണാൻ എന്ത് രസമാ! പെട്ടെന്നാണ് ഒരണ്ണാൻ അങ്ങോട്ട് നടന്നു വന്നത്. ഹലോ ഡിയർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, എങ്ങോട്ടാ രാവിലെ തന്നെ? അപ്പോൾ നീ വരുന്നില്ലേ? ഇന്നല്ലേ സ്നേക്സ് പാർട്ടി? നിന്നെ കൂട്ടി ചെല്ലാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇല്ലടാ, ഒരു മൂടില്ല. നീ പോയിട്ട് വാ. ആ പിന്നെ പോയി വരുമ്പോൾ കുറച്ച് ഗുലാബ് ജാം എടുക്കാൻ മറക്കല്ലേ. ഓ, ഇങ്ങനെ ഒരു കൊതിച്ചിപ്പാറു. വല്ല ഷുഗറും വരും കേട്ടോ. ആ, അതൊക്കെ പോട്ടെ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. ഗുലാബ് ജാം അത് ഞാൻ കൊണ്ടുതരാം. പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? നിന്റെ ഒരു സ്വർണ്ണമുട്ട തരണം. അവിടെ സ്നേക്സ് പാർട്ടി അലങ്കരിക്കാൻ വേണ്ടിയാണ്. നീ വന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിന്റെ സ്വർണ്ണമുട്ടയുമായി ചെല്ലാനാ എന്നോട് ആ പാമ്പേട്ടൻ പറഞ്ഞത്. പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു പോറലും കൂടാതെ തിരിച്ചെത്തിക്കാം. പോരെ പ്ലീസ്? ഐ എം വെരി സോറി മോനെ. ഞാനത് തരില്ലെന്ന് അവർക്കറിയാം, നിനക്കും അറിയാം. പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പുതിയ അടവുമായി എത്തിയിരിക്കുകയാണല്ലേ. എനിക്കപ്പോഴേ തോന്നിയിരുന്നു. അതാ ഞാനില്ലെന്ന് പറഞ്ഞത്. എന്റെ സ്വർണ്ണമുട്ടകൾ ഞാൻ മൂന്ന് സന്യാസിക്ക് മാത്രമേ സമർപ്പിക്കുകയുള്ളൂ. അത് ഈ കാട്ടിലെ കൊച്ചു കൊച്ചു ഉറുമ്പുകൾക്ക് പോലും അറിയുന്നതാണ്. അതറിയാം. എന്നാലും അഥവാ ബിരിയാണി കൊടുത്താലോ? ഇതും പറഞ്ഞ അണ്ണാൻ അവിടെ നിന്നും പോയി. അങ്ങനെ അണ്ണാറക്കണ്ണൻ പാമ്പുകളുടെ കൊട്ടാരത്തിലെത്തി. ഹായ്, ഗുഡ് മോർണിംഗ് പാമ്പേട്ടാ. പാർട്ടിയായിട്ട് ആരെയും കാണുന്നില്ലല്ലോ. പാർട്ടിയൊക്കെ തരാം. ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ സാധനം എവിടെ? എന്ത് സാധനം? ഓ, സ്വർണ്ണമുട്ട. സോറി, അത് അവള് തരുന്നില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട പാമ്പിന് ദേഷ്യം വന്നു. ഗെറ്റ് ഔട്ട് ഹൗസ്. ഇപ്പൊ ഇറങ്ങിക്കോണം. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഗുണ്ട വിനുവിനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റാക്കാൻ പറയണം. ഹലോ. യെസ്, ഗുണ്ട വിനു സ്പീക്കിംഗ്. ഇത് ഞാനാടോ. ഞാനന്ന് പറഞ്ഞ കാര്യം അതിനി ഒട്ടും വൈകിപ്പിക്കേണ്ട. ഇന്ന് തന്നെ തീർത്തേക്ക്. യെസ് ബോസ്, ഇടം വല്ലം നോക്കാതെ ചെയ്തിരിക്കും. ചെന്നായ പാമ്പ് പറഞ്ഞതുപോലെ മയിലിന് വേണ്ട കെണിയൊരുക്കി കുറ്റിക്കാട്ടിലൊളിച്ചു. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അവസാനം നീ എന്റെ കെണിയിൽ കുടുങ്ങി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, പ്ലീസ്. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നിന്നെ അങ്ങ് തട്ടിക്കളയാനാണ് പാമ്പേട്ടൻ പറഞ്ഞത്. അയ്യോ, എന്തിനെ? അവൻ നിന്റെ തൂവലോ മുട്ടയോ അങ്ങനെ എന്തൊക്കെയോ ചോദിച്ചപ്പോൾ നീ കൊടുത്തില്ല എന്നൊക്കെ കേട്ടു. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ്. സോറി, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. പക്ഷേ നിന്നെ ഞാൻ തട്ടില്ല. പാമ്പേട്ടന്റെ അടുത്ത് നിന്ന് കാശ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മുടെ അയൽവനത്തിലെ ആ മണ്ടനായ സിംഹരാജാവിനെ നിന്നെ വിറ്റ് ഞാൻ കാശാക്കും. ഇതും പറഞ്ഞ് ചെന്നായ മയിലിനെയും കൂട്ടി സിംഹരാജാവിനെ കാണാൻ പോയി. ചെന്നായ മയിലിനെ സിംഹരാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. വരണം വരണം. എവിടെയായിരുന്നു ഇത്രയും കാലം? ഏതാണ് ഈ മനോഹരമായ മയിൽ? ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. പ്രഭു, ഇതൊരു മാന്ത്രിക മയിലാണ്. ഞാനിത് അങ്ങേക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണ്. മാന്ത്രിക മയിലോ? എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ മയിൽ തിളങ്ങുന്ന സ്വർണ്ണ മുട്ടകളിടും. എന്ത്? തിളങ്ങുന്ന സ്വർണ്ണമുട്ടകളോ? അത് കൊള്ളാലോ.
ഈ മയിലിനെ പറ്റി ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. കൊള്ളാം മന്ത്രി, ഈ മയിലിനെ പിടിച്ച് ഒരു സ്വർണ്ണക്കൂട്ടിൽ തന്നെ ഇടുക. അതിന് കഴിക്കാൻ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കൊടുക്കുക. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ പ്രഭു? ആലോചിക്കാൻ ഒന്നുമില്ല. അതിനെ കൂട്ടിലടച്ച് നമുക്കായി ഈ മനോഹര സമ്മാനം നൽകിയ ചെന്നായിക്ക് 100 കാട്ടുപണം കൊടുക്കുക. അങ്ങനെ കാട്ടുപണം വാങ്ങി കുറുക്കൻ അവിടെ നിന്നും സ്ഥലം വിട്ടു. ആ ചെന്നായി ഒരു പെരും കള്ളനാണ്. അവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവൻ ഞങ്ങളുടെ അയൽവനത്തിൽ നിന്നുള്ള ആളാണ്. ഒരു പക്ഷേ ഈ മയിൽ ഒരു ചാരനായിരിക്കണം. ഉള്ളിൽ രഹസ്യ ക്യാമറയുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ആണോ? എന്നാൽ അതാദ്യം പറയണ്ടേ? ഇനി ഒന്നും ആലോചിക്കാനില്ല. എത്രയും പെട്ടെന്ന് ഇതിനെ തുറന്നുവിടുക. അങ്ങനെ സിംഹരാജാവ് പറഞ്ഞ പ്രകാരം മയിലിനെ തുറന്നുവിടാൻ തീരുമാനിച്ചു. എത്രയും പെട്ടെന്ന് എന്റെ വനത്തിൽ നിന്നും പറന്നു പോവുക. അല്ലാത്ത പക്ഷം നിന്നെ ഞാൻ ഇല്ലാതാക്കും. ഇത് കേട്ട മയിൽ പേടിച്ച് പെട്ടെന്ന് അവിടെ ഒരു സ്വർണ്ണമുട്ട ഇട്ടു. ഹായ്, സ്വർണ്ണമുട്ട. മയിൽ തന്റെ സ്വർണ്ണമുട്ടയെ എടുത്ത് ദൂരേക്ക് പറന്നുപോയി. ഇത് കണ്ട സിംഹരാജാവിന് മന്ത്രിയോട് ദേഷ്യം വന്നു. മന്ത്രി പറഞ്ഞത് പ്രകാരമാണല്ലോ സ്വർണ്ണമുട്ട ഇടുന്ന മയിലിനെ തുറന്നുവിട്ടത്. തനിക്ക് പറ്റിയ അമളി മനസ്സിലായി കുറുക്കൻ വേഗം തന്നെ അവിടെ നിന്നും തടി തപ്പി. ഈ സമയം മയിൽ പറന്ന് മൂങ്ങ സന്യാസിയുടെ വീട്ടിലെത്തി. നടന്ന കാര്യങ്ങൾ വിവരിച്ചു. മൂങ്ങ സന്യാസി തന്റെ കണ്ണുകൾ അടച്ച് മന്ത്രം ജപിച്ചു. മൂങ്ങ ദുഷ്ടനായ ആ പാമ്പിനെ ശപിച്ചു. അന്ന് മുതൽ പാമ്പിന് തന്റെ കൈകൾ നഷ്ടപ്പെട്ടു ഇഴഞ്ഞു നീങ്ങി. അതുപോലെ അന്ന് മുതൽ കുറുക്കനെ ആര് കണ്ടാലും കല്ലെറിയാനും മൂങ്ങ ആജ്ഞാപിച്ചു. അപ്പോ ആ മയിലോ? മയിൽ തന്റെ തെറ്റ് മനസ്സിലാക്കി അടുത്ത തവണ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ ശ്രമിച്ചു. എല്ലാവരെയും ചതിക്കുന്നവനെ വീഴ്ത്താൻ ഒരാൾക്കെങ്കിലും ആവും. ആലോചിക്കാതെ പ്രവർത്തിക്കരുത്. അല്ല, ഇതാരൊക്കെയാ? എന്താ പരിപാടി? അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ നമുക്കിന്ന് പട്ടം പറത്തിക്കാൻ പോകണമെന്ന്? വേഗം വാ, ഞങ്ങളെല്ലാം റെഡിയായി. നിങ്ങളൊക്കെ പട്ടം വാങ്ങിയോ? ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡാഡി ഇതുവരെ വന്നിട്ടില്ല. ആണോ? എന്നാ വേഗം വിളിച്ച് പറഞ്ഞോ. ഞങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അവിടെ കുറച്ച് പട്ടം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് തീർന്നു പോകണ്ട. വേഗം പോയി വാങ്ങാൻ പറ. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ഞാൻ പട്ടവുമായി പാർക്കിലേക്ക് വന്നോളാം. ഡാഡി, പറ മോളെ. പട്ടം വാങ്ങിയോ? ഇല്ല മോളെ, വരുമ്പോൾ വാങ്ങാം. വേഗം ഇറങ്ങൂ ഡാഡി, പട്ടം ഇപ്പൊ തീരും. ഇല്ല മോളെ, ഡാഡി ഓഫീസിലല്ലേ, പണിയുണ്ട്. വരുമ്പോൾ എന്തായാലും കൊണ്ടുവരാം. അയ്യോ, അവരെല്ലാവരും ഇപ്പൊ പട്ടം പറത്തി സന്തോഷിക്കുന്നുണ്ടാവുമായിരിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഐഡിയ. അങ്കിൾ, ഒരു പട്ടം. അയ്യോ മോളെ, പട്ടം തീർന്നു പോയല്ലോ. ഇനി ഒരു വീക്ക് കഴിയും. നീ ഈ വാതിലും തുറന്നിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എവിടെ പോയതാ? ഡാഡി വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോമി എവിടെ? റൂമിലിരുന്ന് ഒരേ കരച്ചില്ല. എത്ര ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ വരുമ്പോൾ പട്ടം വാങ്ങി കൊടുക്കാമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഞാൻ ഓഫീസിൽ കുറച്ച് തിരക്കിലായി പോയി. ഇറങ്ങാൻ നേരം വൈകി. അപ്പോഴേക്കും പട്ടം കടയിൽ തീർന്നുപോയി. അതാണോ കാര്യം? അതിനെന്താ, നമുക്ക് അവൾക്ക് നല്ലൊരു പട്ടം ഉണ്ടാക്കി കൊടുക്കാലോ. ജോമി,
മോളൊന്ന് പുറത്തു പോയി നോക്കിക്കേ. അമ്മ പുറത്ത് പട്ടം പറത്തി കളിക്കുന്നു. മമ്മിക്ക് എവിടെ നിന്ന് പട്ടം കിട്ടി? നിന്റെ മമ്മി തന്നെയാണ് പട്ടം ഉണ്ടാക്കിയത്. താങ്ക് യു മമ്മി. അച്ഛാ, നാളെ റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി ഒരു ചെറിയ പ്രസംഗം എഴുതി തരാമോ? അതിനെന്താ, വാ. ഇതുപോലെ മിടുക്കിയായിട്ട് വേണം നാളെ പ്രസംഗിക്കാൻ, കേട്ടല്ലോ? താങ്ക് യു അച്ഛാ. എന്താണ് അച്ഛനും മോളും തമ്മിൽ ഒരു കളിതമാശ? നാളെ റിപ്പബ്ലിക് ഡേക്ക് വേണ്ടി അച്ഛൻ ഒരു ചെറിയ പ്രസംഗം എഴുതി പഠിപ്പിച്ചു തന്നു. എവിടെ കേൾക്കട്ടെ? അമ്മൂമ്മയ്ക്ക് കൂടി കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം പോയി കിടന്നുറങ്ങിട്ടോ. നേരം ഒരുപാടായി. അച്ഛന് നാളെ നേരത്തെ പോകാനുള്ളതല്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. മുത്തശ്ശി, നാളെ റിപ്പബ്ലിക് ഡേ അല്ലേ? അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാൻ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു ആമ ജീവിച്ചിരുന്നു. കാട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ മിടുക്കനായിരുന്നു ആ ആമ. ഇന്നെങ്കിലും ഈ കാട് വൃത്തിയാക്കി കാണാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചു പോയി. ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ കാട് നന്നാവുമെന്ന് തോന്നുന്നില്ല. ആമച്ചാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഡാ, നീ ഇപ്പോൾ എന്താ ചെയ്തത്? എന്തേ? അയ്യോ, ചേട്ടന് ജ്യൂസ് വേണമായിരുന്നു. ഓ അതല്ല, നീ ഈ ജ്യൂസ് ഗ്ലാസ് എന്താ ചെയ്തതെന്ന്. ഓ അത് അത് പിന്നെ ഒരു ഫ്ലോയിൽ പറ്റിപ്പോയി. സോറി, ഇപ്പൊ എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിലിടാം. ഗുഡ് ബോയ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, ഓക്കെ? പെട്ടെന്ന് എന്തോ കനമുള്ളത് ആമച്ചാരുടെ അടുത്ത് വന്ന് വീണു. ആമച്ചാരാവട്ടെ പേടിച്ച് തന്റെ തോടിനുള്ളിലേക്ക് കയറി ഒളിച്ചു. എന്താണ് വീണതെന്നറിയാൻ ആമ തോടിനുള്ളിൽ നിന്നും എത്തി നോക്കി. നോക്കുമ്പോഴതാ ഒരു കുരങ്ങൻ മരത്തിലൂടെ ചാടി മറിയുന്നതിനിടെ ബാലൻസ് പോയിട്ട് വീണതാണ്. ആ കുരങ്ങച്ചാൻ എണീച്ചിരുന്ന് ദേഹത്തെ മണ്ണും പൊടിയും തുടച്ചു കളയുകയായിരുന്നു. ആമച്ചാർക്ക് ആദ്യം ദേഷ്യം വന്നെങ്കിലും പിന്നെ കുരങ്ങനോട് പാവം തോന്നി. എന്തെങ്കിലും പരിക്ക് പറ്റിയോ? ഇല്ലല്ല, കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇടക്ക് വള്ളിയിൽ തൂങ്ങിപ്പോകുമ്പോ സ്ലിപ്പായി വീഴാറുള്ളതാ. ശീലമായി പോയി. എനിക്കൊരു കളിക്കൂട്ടില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞാനും കൂട്ടുകാരില്ലാത്തതിന്റെ മടുപ്പ് മാറ്റാനാ ഞാനിങ്ങനെ വള്ളികളിൽ പിടിച്ച് ഊഞ്ഞാലാടുന്നതും ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്നതും. എനിക്ക് മരത്തിൽ കയറാൻ അറിയില്ല. നിന്നെ പോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് പുറത്ത് തോടുമില്ലല്ലോ. ഇന്നല്ലേ കാട്ടിലെ റിപ്പബ്ലിക്. രാജാവിന്റെ വക പതാക ഉയർത്തലും പായസ വിതരണവും ഒക്കെ ഉണ്ടാവല്ലോ. ഓ, അത് ഞാൻ അങ്ങ് മറന്നു. വാ, നമുക്ക് ഒരുമിച്ച് പോകാം. മൃഗങ്ങളും പക്ഷികളും കൃത്യസമയത്ത് തന്നെ ഗുഹയ്ക്ക് മുന്നിലെത്തി. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ 75ാം വാർഷികമാണ് ഈ വർഷം ആഘോഷിക്കുന്നത്. 1950 ജനുവരി 26-നാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ശരിക്കും ഒരു ജനാധിപത്യ ഭരണ ക്രമത്തിലേക്ക് ഇന്ത്യ മാറിയത്. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ഈ ദിനത്തിലാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കാം. ഇത്തവണ ഞാനല്ല പതാക ഉയർത്തുക. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതിനായി ഈ കാട്ടിൽ എന്നേക്കാൾ അർഹനായ ഒരാളുണ്ട്. ഈ കാട് വൃത്തിയായി സൂക്ഷിക്കാൻ മുൻകൈ എടുക്കുന്ന ആമച്ചാരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് കേട്ട ആമച്ചാർ നിറ കണ്ണുകളോടെ കൈകൂപ്പി നിന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ആമച്ചാർ പതാക ഉയർത്തിയപ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്തു നിന്നു.
നിങ്ങളോടായി 2 വാക്ക് പറയുന്നതിനായി ആമച്ചാരെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വശങ്ങളിൽ നിന്നും ശുചിത്വം വളരെ പ്രധാനമാണ്. യഥാർത്ഥത്തിൽ വീട്ടിലോ ജോലിസ്ഥലത്തോ പരിസര പ്രദേശങ്ങളിലോ അഴുക്ക്, പൊടി, കറ, ദുർഗന്ധം എന്നിവയുടെ പൂർണ്ണമായ അഭാവമാണ് ശുചിത്വത്തിനുള്ള മാർഗം. ജീവിതത്തിലുടനീളം നാം അതിനെ പരിപാലിക്കണം. ആരോഗ്യം, സൗന്ദര്യം, ദുർഗന്ധം അകറ്റുക, അഴുക്ക്, മാലിന്യങ്ങൾ പടരുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ശുചിത്വം നിലനിർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മുടെ പല്ലുകൾ, വസ്ത്രങ്ങൾ, ശരീരം, മുടി എന്നിവ ദിവസവും വൃത്തിയാക്കുന്നത് പുതുമ ലഭിക്കുന്നതിനും വൃത്തി കൈവരിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇന്നു മുതൽ, കുട്ടിക്കാലം മുതലേ എല്ലാ വീടുകളിലും ഇന്നു മുതൽ ശുചിത്വത്തിന് മുൻഗണന നൽകണം. അതിലൂടെ ഒരു ചെറിയ ഒരാൾക്ക് അത് ശീലമായി പരിപാലിക്കാനും ജീവിതത്തിൽ ഉടനീളം പ്രയോജനം നേടാനും കഴിയും. ശുചിത്വം ഒരു നല്ല ശീലം പോലെയാണ്. അത് ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുക മാത്രമല്ല, അത് കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും അങ്ങനെ മുഴുവൻ ഗ്രഹത്തിനും ഗുണം ചെയ്യും. ഏത് പ്രായത്തിലും ഇത് വികസിപ്പിച്ചെടുക്കാം. എന്നിരുന്നാലും കുട്ടിക്കാലം മുതൽ ഇത് പരിശീലിക്കുന്നതാണ് നല്ലത്. ഈ ശീലം പരിശീലിപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറയുന്നു. കാരണം ഈ രാജ്യത്തിന് ഒരു നല്ല പൗരനെ നൽകാൻ നിങ്ങൾക്ക് കഴിയും. ഹാപ്പി റിപ്പബ്ലിക് ഡേ. വൃത്തിയുള്ള അന്തരീക്ഷം ഒരു പൗരന്റെ കടമ മാത്രമല്ല, ധാർമ്മിക ഉത്തരവാദിത്തം. കൃഷ്ണപുരത്തെ മന്ത്രിയുടെ ബുദ്ധിവൈഭവം അക്കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്നു. ഒരു ദിവസം രാജാവിനെ കാണാൻ ഒരു പണ്ഡിതൻ വന്നിരിക്കുന്നു. പണ്ഡിതനോ? എന്താ കാര്യമെന്ന് തിരക്കിയില്ലേ? പൂവ് അദ്ദേഹം തന്റെ ബുദ്ധിവൈഭവം കൊണ്ട് പല രാജ്യത്തിലെയും പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ മന്ത്രിയെ പറ്റിയും കേട്ട് മന്ത്രിയെ കൂടി പരാജയപ്പെടുത്തി അയാളുടെ പാണ്ഡിത്യം തെളിയിക്കാൻ അനുവദിക്കണം എന്നാണ് പറയുന്നത്. അത് കൊള്ളാം. എന്തായാലും വരാൻ പറയൂ, ഞാൻ രാജാവിനോട് പറയാം. വന്ന കാര്യം പറയൂ. പ്രഭു, ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ആ രാജ്യങ്ങളിലെ പണ്ഡിതന്മാരെയെല്ലാം ഞാൻ എന്റെ ബുദ്ധിശക്തി കൊണ്ട് പരാജയപ്പെടുത്തി. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ മന്ത്രിയെ കുറിച്ച് കേട്ടറിഞ്ഞത്. അതിനാലാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് മന്ത്രിയെ കൂടി പരാജയപ്പെടുത്തി എന്റെ പാണ്ഡിത്യം തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാജാവിന് അഹങ്കാരിയായ ആ പണ്ഡിതന്റെ സംസാരം തീരെ രസിച്ചില്ല. പക്ഷേ ഈ അഹങ്കാരം അല്പസമയം കൂടിയേ കാണൂ എന്നറിയാവുന്ന രാജാവ് ഒന്നും പറയാതെ മന്ത്രിയെ വിളിച്ചു. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. മന്ത്രി, ഈ പണ്ഡിതന് താങ്കളോട് എന്തോ ചോദിക്കുവാനുണ്ട്. അതിനെന്താ? അല്ലയോ പണ്ഡിത, അങ്ങേക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് ചോദിച്ചാലോ? ഇത് കേട്ടതും പണ്ഡിതൻ മന്ത്രിയോട് ചോദിച്ചു. പറയൂ മന്ത്രി, നിങ്ങളോട് എളുപ്പമുള്ള 100 ചോദ്യങ്ങൾ ചോദിക്കണോ അതോ പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കണോ? മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. പ്രയാസമുള്ള ഒരു ചോദ്യം ചോദിക്കൂ. ഇത് കേട്ടതും രാജാവിനും സഭയിലുള്ളവരിലുമെല്ലാം ജിജ്ഞാസ വർദ്ധിച്ചു. എന്തായിരിക്കും ആ ഒരു ചോദ്യം? അവർ പരസ്പരം പിറുപിറുത്തു. പണ്ഡിതൻ മനസ്സിൽ കരുതി, ഏതു വിധേനയും മന്ത്രിയെ പരാജയപ്പെടുത്തുക തന്നെ വേണം. അതിനായി മന്ത്രിയെ കൊണ്ട് ഒരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യം തന്നെ ചോദിക്കണം. ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം പണ്ഡിതൻ ആ ഒരു ചോദ്യം മന്ത്രിയോട് ചോദിച്ചു. പറയൂ മന്ത്രി, കോഴിയാണോ അതോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? പണ്ഡിതന്റെ ഈ ചോദ്യം കേട്ടതും സദസ്സ് മുഴുവൻ നിശബ്ദമായി. എന്നാൽ മന്ത്രി അപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിന്നു. ചോദ്യം കേട്ടു കഴിഞ്ഞതും മന്ത്രി പണ്ഡിതനോടായി പറഞ്ഞു, ആദ്യമുണ്ടായത് തീർച്ചയായും കോഴി തന്നെയാണ്. ഇത് കേട്ടതും പണ്ഡിതൻ മന്ത്രിയോടായി ചോദിച്ചു, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നത്? നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിക്കുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ ഇതിനകം തന്നെ ചോദിച്ചു കഴിഞ്ഞു. അതിനു ഞാൻ മറുപടിയും നൽകി. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്? ആ പണ്ഡിതന് അതിന് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ നാണിച്ച് തലയും കുനിച്ച് അവിടെ നിന്നും മടങ്ങി.
അങ്ങനെ ഒരിക്കൽ കൂടി കൃഷ്ണപുരത്തെ മന്ത്രി തന്റെ ബുദ്ധി കൊണ്ട് പണ്ഡിതന്റെ മുന്നിൽ ജയിച്ചു. രാജാവ് മന്ത്രിയെ വാനോളം പുകഴ്ത്തി. എങ്ങനെ നോക്കണം പല്ല്